ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഗാസ് വേൾഡ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡെയിലി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഡേ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇപ്പോൾ ഇങ്ങോട്ട് നല്ല മഞ്ഞും മഴയും തണുപ്പും ഒക്കെയാണ് കേട്ടോ. അങ്ങനത്തെ ഒരു അടിപൊളി കാലാവസ്ഥയാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഫ്രഷായിട്ട് ചായ കുടിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നല്ല മഴയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബാക്ക് സൈഡിലെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പം ചായ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ സൈഡിൽ ഇങ്ങനെ മഴ പെയ്യുന്ന കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ക്യാപ്ചർ ചെയ്തതാണ് കേട്ടോ. ഇന്ന് അവധിയുള്ള ദിവസമായതുകൊണ്ട് തന്നെ ഇച്ചിക്കുട്ടി ഫുൾ ടൈം നമ്മുടെ കൂടെ കളിയും പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ റോഡിലൂടെയൊക്കെ നടക്കുമല്ലോ. ഇന്നിപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം കളിയും പരിപാടിയൊക്കെ ആയിട്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണൻ വന്നു കേട്ടോ. കണ്ണന് വന്നിട്ട് അവൻ എന്തോ കാര്യത്തിന് പേട്ടയ്ക്ക് പോകണമായിരുന്നു. അപ്പോഴത്തേക്കും ഞാനും കൂടെ വരാമെന്നും പറഞ്ഞ് ഞാനും കൂടെ പോകുന്നു. കാരണം കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഓർത്ത് വൈകുന്നേരം പോകാം. അതിലും പിന്നെ ഞാൻ ഓർത്തു എന്നാണെങ്കിലും ഇന്ന് ചേട്ടായൊക്കെ വരുന്ന ദിവസം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ പോയിട്ട് വാങ്ങിച്ചേക്കാമെന്ന് കരുതി ഞങ്ങൾ രണ്ടുപേരും കൂടെ പേട്ടയ്ക്ക് പോയി. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി മുണ്ടമറ്റത്ത് കയറിയത് കേട്ടോ. അവനിപ്പം സമൂസ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമൂസ ഓർഡർ ചെയ്തവന്, പിന്നെ എനിക്ക് പപ്സ്, പിന്നെ ഞങ്ങൾ ചായ ഓർഡർ ചെയ്തു. ഞങ്ങളങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. സമൂസ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമൂസയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ നേരെ ഇറങ്ങി കേട്ടോ. ഇനിയിപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾ പോകുന്ന വഴി കുറച്ച് ബീഫൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് നമുക്ക് കറി വെക്കാമെന്നൊക്കെ കരുതി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ബീഫൊക്കെ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തു. ചെറുതായിട്ടാണ് ഇത് ഞുറുക്കിയേക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തു. ഓരോ ടൈമിൽ ഞങ്ങൾ കറി വെക്കുന്ന ഓരോ ടൈപ്പിലാണ് കേട്ടോ. കുറേ സമയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറേ നേരമൊക്കെ എടുത്ത് കറി വെക്കും. അല്ലെങ്കിൽ ചടപടേന്ന് പെട്ടെന്ന് തന്നെ കറി വെക്കും കേട്ടോ. ഇതിപ്പം ചേട്ടായി പറഞ്ഞൊരു പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഇത് നമ്മൾ കുക്കറിൽ തന്നെയാണ് പെട്ടെന്നെല്ലാം വെക്കുന്നത്. എല്ലാ ഐറ്റംസും നമ്മൾ കുക്കറിലേക്ക് തന്നെ ഇടുകയാണ്. എന്നിട്ട് ലാസ്റ്റ് ജസ്റ്റ് നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് അങ്ങനെയൊക്കെ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടായിക്ക് പല ടൈപ്പിലും കറി വെക്കാൻ അറിയാം. അപ്പം അതെല്ലാം സാധനങ്ങളെല്ലാം നമ്മൾ അടുപ്പിച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണ് കുക്കിങ്ങും പരിപാടിയെല്ലാം കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ കറിവേപ്പിൻ്റെ മരത്തിൽ നിന്ന് തന്നെയാണ് എടുത്തത് കേട്ടോ. അത് നന്നായിട്ടിട്ടു. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ സവോളയ്, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. പൊടി ആവശ്യത്തിന് നമുക്കിപ്പം മീറ്റ് മസാല, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇങ്ങനത്തെ എല്ലാ പൊടികളും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ മുളക് പൊടി ഇടുമ്പോഴത്തേക്കും കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ സാദാ മുളക് പൊടി അത് രണ്ടും നമ്മൾ ഹാഫായിട്ടാണ് ഇടുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇതിനകത്ത് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ പൊടി മൂപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഇതങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് പോരായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതിയാവും. നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മൾ സാധാരണ ഉപ്പ് നമ്മൾ അല്ലാണ്ട് ലിക്വിഡായിട്ട് ഉപ്പിൻ്റെ വെള്ളമാണ് നമ്മൾ ഊറ്റുന്നത് കേട്ടോ. പക്ഷേ ചേട്ടായിക്ക് ഇത് ഉപ്പ് അല്ലാണ്ട് ഉപ്പിടാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് നമ്മൾ അല്ലാണ്ട് ഉപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ കുക്കറിനകത്ത് വെച്ച് തന്നെയാണ് നമ്മളെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. വെള്ളമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ്സോളം വെള്ളമൊക്കെ മതിയാവും. കാരണം ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം മതിയാവും. പിന്നെ ബീഫിൽ നിന്ന് തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്കും വെള്ളം ഇറങ്ങുമല്ലോ. അതുകൊണ്ട് ഇത്രയും തന്നെ മതിയാവുമെന്നാണ് ചേട്ടായി പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് ഞാനിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സവോള മുഴുവൻ നമ്മൾ എടുത്തേക്കുന്ന ഒരു ചെറിയ ഒരു മീഡിയം സൈസ് ഒരു 2 സവോള എടുത്തിട്ടുണ്ട്. സവോള സഹിതമാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കുക്കറിനകത്ത് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ ഒരു സൈഡിൽ കുക്കറിനകത്ത് ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മറ്റൊരു സൈഡിൽ നമ്മൾ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നു. അതിൻ്റെ കൂടെ നമ്മൾ കൊച്ചുള്ളിയാണ് ഇടുന്നത് കേട്ടോ. ഇതിപ്പോൾ നടുവേ ഒന്നും നമ്മൾ കൊച്ചുള്ളിയൊന്നും കട്ടൊന്നും ചെയ്യുന്നില്ല. അതോടെ നമ്മൾ ഇടുകയാണ് കേട്ടോ. ഉള്ളി കുറച്ചെടുത്തിട്ട് അതോടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയായി എടുത്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് കുറച്ച് പച്ചമുളക് കുറച്ച് മതിയാവും. കാരണം നമ്മൾ എരിവ് ഒരുപാട് അങ്ങ് വേണ്ടല്ലോ. പിന്നെ നമ്മൾ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഒരുപാട് വേണ്ട. പിന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനത്തെ ഐറ്റംസ്. ഇഞ്ചി വെളുത്തുള്ളി ആദ്യം നമ്മൾ ബീഫ് വേവിക്കാൻ വേണ്ടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഇതിലേക്കും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് വെച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
ഇതിനിപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മുടെ കുക്കർ ഒരു 2 വിസിലോളം ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ലോ ഫ്ലെയിം ആക്കി വെക്കണം. കാരണം ഒരുപാട് നമ്മൾ ഹൈ ഫ്ലെയിം ആക്കി വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ വിസിലടിച്ചങ്ങ് തീരണ്ട കേട്ടോ. ഒന്ന് നിർത്തിയിട്ട് കുറേശ്ശെ അങ്ങ് വെന്ത് വന്നാൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് നമ്മൾ ഒരുപാട് കുഞ്ഞാക്കി ഇടേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒരു മീഡിയം പീസിൽ ഇരുന്നോട്ടെ. കാരണം ഇത് കുറേ നമ്മൾ ചെറുതാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങും കൂടെ അത്യാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ബീഫിനകത്ത് പൊടികൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് നമുക്ക് ഇതിലേക്കും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. മീറ്റ് മസാല, അതുപോലെ ഗരം മസാല, അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്ര ഐറ്റംസ് നമ്മൾ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ വെന്ത് വെച്ചേക്കുന്ന ബീഫില്ലേ, അത് ഇതിലേക്ക് തന്നെ ആഡ് ചെയ്ത് നമ്മൾ കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ആവശ്യമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ട എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചവെള്ളം ഡയറക്റ്റ്ലി ആഡ് ചെയ്ത് കൊടുക്കരുത്. കാരണം നമ്മൾ ചൂടുവെള്ളം, തിളപ്പിച്ചരച്ച വെള്ളമാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലത്. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്ന വെള്ളം നമ്മൾ ബീഫ് വേവിച്ചതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പം അതും കൂടെ നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് വേണോ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില അത് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തതാണ്. പിന്നെ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇത് കുറച്ച് നേരം നമ്മൾ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ. ഇനി ഇത് നമ്മളൊന്ന് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് എന്തെങ്കിലും പോരായ്മയുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ അത്യാവശ്യം ഒരു കടിക്കാനൊരു പാകം, അതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചോറൂണൊക്കെ കഴിഞ്ഞിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഞ്ഞായിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം നല്ലൊരു മഴയും മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഴയൊന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അയ്യമ്പാറയ്ക്ക് ഇറങ്ങി കേട്ടോ. ഇച്ചിക്കുട്ടനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ പെട്ടെന്ന് ഞങ്ങളൊന്ന് പോയിട്ട് വരാം, എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പോയതാണ്. പോയിട്ട് നമ്മൾ കയറി വന്നപ്പോഴത്തേക്കും പാറയൊക്കെ കുറേശ്ശൊക്കെ നനഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചുവിനെ അതിലൂടെ ചേട്ടായി ജസ്റ്റ് ഒന്ന് നടത്തുവാണ്. ഇപ്പം വലുതായി വരുംതോറും നടക്കാനൊക്കെ ഒരു മടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിലൂടെ ഒന്ന് ജസ്റ്റ് അയ്യമ്പാറയിലൊക്കെ ഒന്ന് പോയിട്ട് വന്നു. പിന്നെ വൈകുന്നേരം ഇനിയിപ്പം വിളക്ക് കത്തിക്കേണ്ട സമയമൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ കുട്ടി വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നിഗാസ് വേൾഡ്.